അമ്മച്ചിയുടെ ഗാർഡനിൽ പോച്ച പറിക്കാൻ തുടങ്ങി. പോച്ചയൊക്കെ പറിച്ച് ഇതെല്ലാം ഇങ്ങനെ ഇവിടെ ഇട്ടേക്കും. ഒന്ന് ഇതായതിന് ശേഷം അതെടുത്ത് ഈ ബക്കറ്റിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ഇട്ടേക്കും അമ്മച്ചി. ഇച്ചിരി ഉണങ്ങിയതിന് ശേഷം. ഇതാണ് അമ്മച്ചിയുടെ ബക്കറ്റ്, വേസ്റ്റ് ചെയ്യുന്ന ബക്കറ്റ്. ഇതിൻ്റെ അകത്ത് ഇതുമാതിരി നെറ്റുള്ള ഒരു ബക്കറ്റ് വാങ്ങിച്ച് അതിൻ്റെ അടിയിൽ നല്ലപോലെ ഹോൾസ് ഇട്ടിരിക്കുകയാണ് അമ്മച്ചി. അത് ആ പഴുത്ത കമ്പി വെച്ച് ഷീ ഹാസ് മെയ്ഡ് ഹോൾസ് ലൈക്ക് ദിസ്. താഴെ വശത്ത് ഇത് അമ്മച്ചി ഇട്ട ഹോൾസാണ്. എന്നിട്ട് അത് ഒരു വലിയ ഡ്രമ്മിൻ്റെ അകത്ത് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ കിണ്ണം കമത്തി വെച്ചു. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇത് വെച്ചിരിക്കുകയാണ്. ഇത് വെച്ചിട്ട് ഈ ഇല, കരിയില, ഗാർഡനിലെല്ലാം ചപ്പ്, ചാണകം, പൊടി എല്ലാം അമ്മച്ചി ഇതിൻ്റെ തന്നെ ഇട്ട് ചെയ്യുന്നതായിട്ട് അമ്മച്ചി പറഞ്ഞത്. എന്നിട്ട് അത് ക്ലോസ് ചെയ്തങ്ങ് വെക്കുക. ഓക്കെ, ദിസ് ഇസ് എ വെരി ഗുഡ് ദിസ് തിങ്. ഇത് ഹോം മെയ്ഡ് ഇതാണല്ലേ. അപ്പോൾ നമ്മൾ ഇതിന് വളം ഇടുന്നതെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഇതെല്ലാം ഓർഗാനിക് എന്നാണ്. ഇത് വെരി ഗുഡ്, വെരി ഗുഡ്. പൂക്കള് പടത്തിന് വെക്കാനായിട്ട് അമ്മ പൂജയ്ക്കൊക്കെ എടുക്കുന്ന പൂക്കളാണിത്. അമ്മയുടെ കരിക്ക് കാണും. അമ്മച്ചി അങ്ങനെ തിരിഞ്ഞ് വന്നിട്ട് കരിക്കൊന്ന് കാണിച്ചിരുന്നു. അമ്മച്ചിയുടെ ഗാർഡനിലെ കരിക്കാണ്. തെങ്ങ് നോക്കിയത് എന്ത് ഷോർട്ട് വെറൈറ്റി അല്ല അമ്മ ഇത്. എത്ര വർഷം ഇത് വെച്ചിട്ട്? 3 വർഷം, 4 വർഷം, 4 വർഷമായി. 4 വർഷത്തിൽ എടുത്തു. ബാക്കി ഇത് ഫ്രഷ് ആയിട്ടുള്ള ഇതാണ്. ഇതിന് അമ്മ എന്താ ഇടുന്നത്? തെങ്ങിന് പ്രത്യേകിച്ച് ഉപ്പിടും. ഇടയ്ക്കിടയ്ക്ക് ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കും. ഇത് കുഴിച്ചിട്ട് അവിടോട്ട് ഉപ്പിട്ട് കൊടുക്കും അല്ലേ? കല്ലുപ്പ് ഉപ്പിട്ട് കൊടുക്കും. അതിന്റെ മണ്ടയ്ക്കും ഉപ്പിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ചാണകം പൊടി ചാണകം കലക്കി ഇതിന് ഡിസ്റ്റൻസിലാണ്, കൈ എത്താവുന്ന ഡിസ്റ്റൻസിലാണ്. വെറ്റയാണ്, വെറ്റക്കൊടിയാണ് ഇത്. വെറ്റക്കൊടി തന്നെ 2 വിധത്തിലുള്ളതുണ്ട്. അതൊന്ന് അതിൻ്റെ അങ്ങേ. ഈ വെറ്റയുടെ ഗുണങ്ങൾ വെറ്റ ചുമയ്ക്കും ഒക്കെ ഒത്തിരി നല്ലതല്ലേ, വയറ്റിനൊക്കെ ഒത്തിരി നല്ല സാധനമാണ്. ഇതിട്ട് ഞങ്ങൾ മിക്കവാറും ചായ ഉണ്ടാക്കി. ചായ ഇടും ഈ വെറ്റല ഇട്ടിട്ട്. വെറ്റിലെ ഇച്ചിരി തുളസിയും എല്ലാം കൂടി ഇട്ട് ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ഇടിച്ചിട്ട് ഞങ്ങൾ നല്ല ചായ ഉണ്ടാക്കി. ചായയുടെ പേരെന്താ? ചായക്ക് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. ആ സമയത്താ കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു പനി പോലും വന്നില്ല. കോവിഡിന്റെ സമയത്ത് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ജസ്റ്റ് ബിക്കോസ് ഓഫ് ഓൾ ദീസ് എല്ലാം വീട്ടിലെ ഐറ്റംസ്. ഞങ്ങള് കായ്കറികളാണെങ്കിലും വെളിയിൽ നിന്ന് വലുതായിട്ട് വാങ്ങിക്കാറില്ല. എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന. അത്യാവശ്യം പയറുണ്ട്, പിന്നെ അവരക്ക ഉണ്ടാവും, കോവയ്ക്ക ഉണ്ടാവും, എല്ലാ ഇതുകൊണ്ട്. അമ്മച്ചിയുടെ പ്ലാവ്, ഇത് നമ്മുടെ നാടൻ കാച്ചില്. ആരും വിശ്വസിക്കത്തില്ല, തമിഴ്നാട്ടിലെ ചെന്നൈയിൽ കാച്ചിലുണ്ട്. 1 മൂടി ചേനയുണ്ട്, 2 മൂടി ചേമച്ചേമ്പുണ്ട്, ചീമച്ചേമ്പുണ്ട്. ഗാർഡന്റെ ആണ് ചേന. ചേനയ്ക്ക് വെച്ച് വരുന്നേ ഉള്ളൂ. ഇതാണ് ചേന. ചേമ്പ് ഞങ്ങൾക്ക് വെളിയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഈ വക സാധനങ്ങൾ. ചേമ്പ്, പിന്നെ വേറെ എന്താ വേണ്ടിയത്? പേരയുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു പേരയ്ക്ക പോലും കിട്ടത്തില്ല. കാരണം ഇതെല്ലാം അണ്ണ കടിച്ച് തിന്നിട്ട് പോകും. അതുപോലെ നെല്ലിക്ക, അതെ, നെല്ലിക്ക വീട്ടിലില്ലാത്ത ഒന്നുമില്ല. അമ്മച്ചി ഇതെല്ലാം അമ്മച്ചിയുടെ ഇതാണ്. ഇടുന്ന വളവും എല്ലാം അമ്മച്ചി തന്നെയാണ് നോക്കുന്നത്. സപ്പോർട്ട. അതെ, രാവിലെ ഇതാണ് പണി അമ്മച്ചിക്ക്. ഇതാണ് അമ്മച്ചിയുടെ ഗാർഡൻ, കൊച്ചു ഗാർഡൻ. ഇത് മാവ്, ഇത് അടുത്ത വർഷം മിക്കവാറും കായ്ക്കുമെന്ന് തോന്നുന്നു. പ്ലാവ്, ഇത് വേറൊരു മാവ്. ഇല്ലാത്ത ഒന്നുമില്ല ആക്ച്വലി. ഓൾ ബിക്കോസ് ഓഫ് അമ്മച്ചി ഇത് ഓർഗാനിക് ഇതാണ്. അത് ഇട്ടിട്ടാണ് അമ്മച്ചി ഇത് ചെയ്യുന്നത്. ചാണകം വളമാണ് മെയിൻലി. റോഡിൽ കിടക്കുന്ന ചാണകം പശുക്കൾ ഇടുന്ന എല്ലാം വാരിക്കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് ഉണക്കും. ഉണക്കിയിട്ട് അത് നല്ല പൊടിയായതിനു ശേഷം അതെടുത്ത് ചെടിക്കങ്ങോട്ട് മിക്സ് ചെയ്യും. ഇതാണ് ഓർഗാനിക് ഫാമാണിത്. എൻ്റെ അമ്മയുടെ ഒരു ചെറിയ ഓർഗാനിക് ഫാം. ഓൾ ഓഫ് യു ആർ വെൽക്കം ടു ദിസ് ഫാം. വി ആർ സ്റ്റേയിങ് ഇൻ ചെന്നൈ. പക്ഷേ ഇവിടെ ഉള്ളവരില്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് അമ്മച്ചിരി ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം. സോ എല്ലാവരും വന്ന് ഇത് എൻജോയ് ആൻഡ് ഗോ.